ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഈസി ആയിട്ടുള്ള ലിപ്പൺ ആർട്ട് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇതുപോലെ നമുക്ക് വാൾസൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ലിപ്പൺ ആർട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ബോർഡാണ് വേണ്ടത്. ഇത് നോർമൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആദ്യം നമുക്ക് മാർക്ക് ചെയ്യണം. അതിനെ ഒരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. പിന്നീട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ പോലത്തെ ഒരു ഇമേജാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഈ ക്ലേ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയിൽ ഈ രണ്ട് ക്ലേയുടെ പാട്ടും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മിക്സായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ബോർഡിലോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പോവാതിരിക്കും. കുറച്ച് പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഇമേജിൽ നമുക്ക് ഈ ക്ലേ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മെല്ലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കത്തിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടൂൾസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലേയും അതുപോലെ ബോർഡിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ഒരേ സൈസിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. സൈസിൽ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്തതുപോലെ തോന്നും. അപ്പോൾ മെല്ലെ അത്യാവശ്യം സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ ഞാനിതിൻ്റെ ഈ ഗ്യാപ്സിലൊക്കെ ചെറിയ ബോൾസ് ഇങ്ങനെ ഇതുപോലെ ക്ലേ റൗണ്ട് ചെയ്തിട്ട് ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക്. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഈ ഡിസൈനിൽ കംപ്ലീറ്റ് ഇതുപോലെ ഈ ക്ലേ കൊണ്ട് റോൾ ചെയ്തിട്ട് നമുക്കിത് ഫുള്ളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ക്ലേ വെച്ചിട്ട് നമ്മളിതിങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം എടുക്കും. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്ന് വരാൻ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രമേ ഇത് പെയിൻറ്റ് ചെയ്യാനൊക്കെ പാടുള്ളൂ കേട്ടോ. അപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ അത്യാവശ്യം നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5 hours ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് ഡ്രൈ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഡിസൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബേസ് ഒരു വൈറ്റ് കോട്ട് അടിക്കുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്ലേ ഇതിൻ്റെ മീതെ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ജസ്റ്റ് വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് വൈറ്റ് കോട്ട് അടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഗൂഗിളിലും അതുപോലെ പിൻട്രസ്റ്റിലൊക്കെ അത്യാവശ്യം ഡിസൈൻസും മോഡൽസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പെയിൻറ്റിങ് വർക്ക്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഇതൊരു ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ഇതുപോലുള്ള മിറേഴ്സ് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മിറേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ചെറുതും വലുതായിട്ടുള്ള കുറച്ച് മിറേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലിപ്പൺ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കളേഴ്സൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹുക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിലൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ്പൺ ആർട്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.